Dear students, which of the following is the non-gastrointestinal cause of vomiting? Options: labyrinthitis, B. glaucoma, C. DKA, diabetic ketoacidosis, and all the above. And the right answer all the above ആണ് വരുന്നത്. മെയിനായിട്ട് വോമിറ്റിങ്ങിൻ്റെ കോസ് GAT കോസസ് ആണ്. GAT കോസസ് അല്ലാതെ മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വോമിറ്റിംഗ് വരാം എന്നുള്ള കാര്യമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയുള്ള ഒരു ന്യൂമോണിക്സ് ABCDയിൽ തുടങ്ങുകയാണ്. അതിൽ A മീൻസ് അക്യൂട്ട് റീനൽ ഫെയിലുവർ, അതിൻ്റെ ഫലമായിട്ട് ക്രിയേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ വോമിറ്റിംഗ് സംഭവിക്കാം. B മീൻസ് ബ്രെയിൻ ആണ്, ഇൻക്രീസ്ഡ് ICP ആണ്, പ്രൊജക്റ്റൈൽ വോമിറ്റിംഗ് ആണ് വരുന്നത്. C മീൻസ് കാർഡിയാക് ഒറിജിൻ ആണ്, അത് ഇൻഫീരിയർ കോളമ്മയുടെ കേസിലാണ് സാധാരണയായിട്ട് വരുന്നത്. D മീൻസ് DKA ആണ്, ഡയബറ്റിക് കീറ്റോഅസിഡോസിസ് ആണ്. അസിഡോസിസ് സംഭവിക്കുന്ന സമയത്ത് സ്റ്റൊമക്കിൽ ഇരിക്കുന്ന ആസിഡിനെ പുറത്ത് കളഞ്ഞ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വോമിറ്റിംഗ് വരുന്നത്. ഈ ഇയേഴ്സ് ആണ്, അത് ലേബ്രന്തൈറ്റിസ് ആണ്, ബാലൻസ് ഇഷ്യൂ വരുന്ന സമയത്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വോമിറ്റിംഗ് വരുന്നത്. ദെൻ ഫോറിൻ സബ്സ്റ്റൻസസ് ഇഞ്ചക്ഷൻ ആണ്, അതിൽ പ്രധാനമായിട്ടും ടൈൽനോൾ, പാരസെറ്റാമോൾ പോലുള്ള കാര്യങ്ങൾ ഓവറായിട്ട് ഉപയോഗിക്കുമ്പോൾ വോമിറ്റിംഗ് വരാറുണ്ട്. G മീൻസ് ഗ്ലോക്കോമയാണ്, ഗ്ലോക്കോമയുടെ അനന്തരഫലമായിട്ട് വോമിറ്റിംഗ് വരാറുണ്ട്. IOP വരുന്നു, അത് ഒരു പ്രഷർ മെഡിലയിൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് വോമിറ്റിംഗ് സെൻറ്റർ സ്റ്റിമുലേറ്റ് ആവുകയും വോമിറ്റിംഗ് വരാം. H മീൻസ് ഹൈപ്പറെമസിസ് ഗ്രാവിഡാരം എന്നുള്ളതാണ്. I മീൻസ് ഇൻഫെക്ഷൻ. അങ്ങനെ Aയിൽ തുടങ്ങിയ I വരെയുള്ള ന്യൂമോണിക്സ് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പൈലോനെഫ്രൈറ്റിസ്, അതേപോലെ മെനിഞ്ചൈറ്റിസ്, ഈ രണ്ട് കാരണങ്ങളിലും വോമിറ്റിംഗ് വരാറുണ്ട്.